ഒരു ഗോൾ അവിടെ അക്കൗണ്ടിൽ ഉണ്ട്. പക്ഷേ അതിനൊരു സന്തോഷം ആരാധകർക്കുണ്ടോ? അവിടെ വലിയൊരു ആഹ്ലാദത്തിലേക്ക് വഴിമാറുന്നുണ്ടോ? അതോ ഇപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആരാധകരെയാണോ നമ്മളവിടെ കാണുന്നത്? ജിൽസി, അത് വലിയൊരു ആഹ്ലാദത്തിലേക്ക് വഴി മാറിയിട്ടില്ല. ചെറിയൊരു ടെൻഷനുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതൊക്കെ പോലെ ഈ ബോൾ മെസ്സിയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ സ്വിസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മാത്രമല്ല അത്യാവശ്യം അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗോൾ മാത്രമേ ഉള്ളൂ, അത് ഏത് നിമിഷം തിരിച്ച് വീഴാമെന്നുള്ളൊരു ടെൻഷൻ അർജന്റീന ആരാധകരുണ്ട്. ഇവിടെ നിറയെ ആരാധകരായിരുന്നു. ഇപ്പം ഈ ഹാഫ് ടൈം ആയതുകൊണ്ട് തന്നെ കളി ചായ കുടിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പം കുറച്ച് ആളുകൾ അവിടെ ഉണ്ട്. ഏതാ ടീം? ഏതാ? അർജന്റീന. ഇന്നത്തെ കളി എങ്ങനെയുണ്ട്? നല്ല കളിയാണ്. ഒരെണ്ണേ വീണുള്ളൂ. ഇനിയും അടിക്കും. എത്ര വരെ? 4 ഗോളിലേക്ക്. 0 ഉണ്ട്. അല്ല, ഇങ്ങനെ ഈ ഇപ്പത്തെ ഈ കളി കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? കഴിയും. ഹാഫ് ടൈമിലാണ് ഞങ്ങളെ കളി. ഹാഫ് ടൈമിന് ശേഷം ഹാഫ് ടൈമിന് ശേഷം കളി കാണാ എന്നുള്ളതാണ്. അർജന്റീന ആരാധകരുണ്ട്. എങ്ങനെയുണ്ട് കളി ഇന്നത്തെ? അടിപൊളിയാണോ? ഒരു ജയിക്കുന്ന ഉറപ്പുണ്ടോ? 3-1 ജയിക്കുന്നുള്ള. എങ്ങനെ കളി കാണുന്നത്? ഹാഫ് ടൈം വരുന്നാലാണ് കുറെ ഫോളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അർജന്റീന ജയിക്കും ഉറപ്പാണ്. അവരും അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അർജന്റീന ജയിക്കും ഉറപ്പാണ്. ഏതായാലും ആത്മവിശ്വാസത്തിലാണ് അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരുള്ളത്. കാരണം അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായ ഗോളുകൾ അടിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുറച്ചുകൂടി ആരാധന. ഏതാ ടീം? ബ്രസീല്. ഇന്നത്തെ കളി വലിയ കുഴപ്പമില്ല. ഇന്ന് ഓക്കെയാണ്. കളിക്കുന്നത് കുഴപ്പമില്ല. സാധ്യത എങ്ങനെ അർജന്റീനയുടെ? ആരാധകൻ എന്ന ലെവലിലെത്തുമ്പോൾ തോൽക്കാനാണ് സാധ്യത. തോൽക്കാനാണ് ആഗ്രഹം. അർജന്റീന തോൽക്കാനാണ് ആഗ്രഹം. പ്രയാസാണ്. എങ്ങനെ എഴുതി തയ്യാറാക്കി വെച്ച് തിരക്കഥയാണ് അറിയാം. ഇന്നത്തെ കളി നല്ല എല്ലാ കളിയും അർജന്റീന എല്ലാ കളിയും. യെസ് ജംഷീറ, കോർണറിൽ കുറച്ച് ബ്രസീൽ ആരാധകരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അത് എഴുതി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ്. എന്തായാലും ആവേശം അത്രയും കണ്ടു പോരാ. മഞ്ചേരിയിൽ ഇത്ര ആവേശം കണ്ടാൽ പോരാ. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതൽ കളി ഇങ്ങനെ ആവേശത്തോടെ മുന്നേറുമ്പോൾ കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്കൊക്കെ വരാൻ